കൃഷ്ണ. അവിടെ ചോക്ലേറ്റ് ഫാക്ടറിയിൽ ഒരു ഗേറ്റ് ഉണ്ട്. അടുത്ത് മേലെ നിർത്ത് ധൃതി വെക്കല്ലേ, എഴുതിക്കൊണ്ടിരിക്കുവല്ലേ. ചോദിക്കുന്നതിന് മാത്രം പറ. നിന്റെ പേരെന്താ? കൃഷ്ണ. അവിടെ അങ്ങ് ചോക്ലേറ്റ് ഫാക്ടറി. നിക്ക് നിനക്ക് എന്ത് വേണോന്ന് പറ. നിന്റെ പ്രശ്നം എന്താ? നില വേണം. നില. ഇങ്ങോട്ട് വാ. നില വേണം. നീ ആരെയും നഷ്ടപ്പെടുത്തിയ പോലെ തോന്നുന്നില്ല. നഷ്ടം മൊത്തം നിനക്ക് സംഭവിച്ച പോലെ തോന്നുന്നു. നിന്നെ ആരെങ്കിലും വന്ന് അന്വേഷിക്കുമായിരിക്കും. നീ പോവാൻ. ഇത് പോലീസ് സ്റ്റേഷനാ. ഇങ്ങോട്ടൊന്നും വരാൻ പാടില്ല. അറിയാവുന്നവരോ ബന്ധുക്കളോ വക്കീലോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോണ്ട് വാ. നീ പോ. വക്കീലൊന്നും ഇവിടെ ഇല്ല. അവര് കോടതിയിലല്ലേ. നീ അങ്ങോട്ട് പോയി നോക്ക്. പോവാൻ. തലവേദന കേസാ. സാറേ, കോടതി പോകാൻ സമയമായി. നമുക്ക് പോകാം. എല്ലാവരും വണ്ടി കയറ്റ്. വന്നേ കോടതിയിലേക്കുള്ളവരെല്ലാം വണ്ടി നടക്കാനല്ലേ പറഞ്ഞത്? ചൂട് കാപ്പി. ഓക്കെ സാറേ നിങ്ങോട്ട് നോക്കിയേ. ഞാൻ വരാം സാറേ കൂടെ. സാറേ ഞാൻ വരാൻ കൂടെ. ചേട്ടാ പറ. കഞ്ചാവാണ് കള്ളക്കടത്താണോ? എന്റെ മേഡം ഉണ്ട് ചേട്ടാ. ഇങ്ങനെ പോയി ഇങ്ങനെ വരാം ചേട്ടാ. എന്ത് കേസാണെങ്കിലും ഇങ്ങനെ പോയി ഇങ്ങനെ വരാൻ ചേട്ടാ. എന്റെ മേഡം ഉണ്ട് ചേട്ടാ. ഇങ്ങനെ പോയി ഇങ്ങനെ വരാം. ഞങ്ങൾ എന്തിനാ ഈ കോട്ട് വിട്ട് നടക്കുന്നത്? നിന്നെയാടോ കാത് കേട്ടൂടെ? നീ എപ്പോഴാടോ വണ്ടി കയറിയത്? കോടതി. ഇത് തന്നെയാ കോടതി. ഇങ്ങോട്ട് ഇറങ്ങാൻ. വക്കീലില്ലാതെ പോകുന്നു. ചേട്ടാ ഒന്ന് നിന്ന് ചേട്ടാ. അവിടെ ചേട്ടാ ഞങ്ങളുടെ മേഡം ഉണ്ട് ചേട്ടാ. ഇങ്ങനെ പോയി ഇങ്ങനെ വരാൻ ചേട്ടാ. എന്താ കേസ്? കൊലക്കേസാ. എത്ര പേരെയാ കൊന്നത്? ഒരാളെ കൊന്നുള്ളൂ. ഒന്നേ ഉള്ളല്ലേ? ഞാൻ നിങ്ങളുടെ ഒരുപാട് പ്രതീക്ഷിച്ചായിരുന്നു ചേട്ടാ. ആരെയാ നിങ്ങൾ കൊന്നത്? എന്റെ കേസ് വാദിച്ചു തോറ്റ വക്കീലിനെ. ആണോ? അതേടാ. ഇന്നു മുതൽ നീയാ എന്റെ വക്കീല്. വാ. അയ്യോ ചേട്ടാ ഞാൻ വക്കീലൊന്നും അല്ല. പിന്നാരാ? ചായ വെക്കുന്ന ആളാ. നീ കോട്ടൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ഓ കുളിരുന്നു അതിനിട്ടയക്കുന്നതാ. അല്ലാതെ പിന്നെ ചായ കോഫി കോഫി. എന്താ സാറേ, ചായ കൊടുക്കുന്ന പരിപാടിയും തുടങ്ങിയോ? ഓ ഈ പോക്ക് കണ്ടിട്ട് എനിക്കിപ്പോ അങ്ങനെ തോന്നുന്നത്. എന്താ വക്കീൽ സാറേ ഇത്? എന്താ പറഞ്ഞേ? വക്കീൽ സാറിനാ പറഞ്ഞത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഓർമ്മിപ്പിക്കണേ, അല്ല ചിലപ്പോൾ മറന്നു പോകും. ഒരു കേസ് എനിക്ക് തരാൻ പാടില്ലേ? കേസല്ലേ? അതാ ആ സ്വെറ്റർ ഇട്ടോണ്ട് പോകുന്നവനില്ലേ, അവനെ പോയി പിടിച്ചോ. നല്ല കേസാണോ? സൂപ്പർ കേസാ. സാറേ അവിടെ നിന്ന് സാറേ. ഹലോ സാർ, ഐ ആം വിനോദ് സാർ. ഞാൻ വക്കീല. എന്റെ മേഡം അതിലും വലിയ വക്കീല സാറേ. എന്ത് കേസാണെങ്കിലും നമുക്ക് ഇങ്ങനെ പോയി ഇങ്ങനെ വരാം സാറേ. സാറ് വിഷമിക്കേണ്ട ആവശ്യമില്ല സാറേ. എന്ത് കേസാണെങ്കിലും ശരി, ആസ് പെർ ഇന്ത്യൻ ലോ 2/120. ചായ കാപ്പി പിടിച്ച് കെട്ട്. വക്കീലിനെ കൊന്നു കാണ്ടാൻ പറക്കും. എന്നാ നോക്കുന്നേ? കൊണ്ടുപോയി അകത്തോട്ട് സാറേ ഇവനെ. കൈ കിട്ടിയത് വരാല് പോലെ ചാടിപ്പോയല്ലോ. കോഫി ചായ കോഫി. 120 നമുക്ക് 420 ആക്കി മാറ്റി കേസില്ലാതാക്കാം. എന്താ? വാ സാറ് വിഷമിക്കണ്ട സാറേ. ഇങ്ങോട്ട് വാ സാറേ. ഇങ്ങോട്ട് വാ സാറേ. ഒന്ന് അകത്തേക്ക് വാ സാറേ. ഇതാണ് മാഡത്തിന്റെ റൂം. ഇരിക്ക്. ഫാൻ ഇട്ട് തരാം. ഇരിക്കും സാറേ അവിടെ. സാറേ ഇരിക്കും സാറേ അവിടെ. ഇരിക്ക്. Petitioner had been detailed Gunda Act by 16/2010. ഒരു സൂപ്പർ കേസ് ഞാനിവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ ഓഫീസിൽ തന്നെയുണ്ട്. ഉടനെ വന്നേ. ഞാൻ വേറൊരു കേസില. കുറച്ചേരം കഴിഞ്ഞ് വിളിക്കേ. എന്തോ അവിടെ വാദിക്കുന്ന പോലാണല്ലോ പറയുന്നത്. വാദിക്കുന്ന അവിടെ വെറുതെ കേട്ടോണ്ടിരിക്കുവല്ലേ. എഴുന്നേറ്റ് വാ. ഇവിടെ തന്നിട്ടുള്ള പെറ്റീഷൻ വെച്ച് നോക്കുമ്പോ ഗെറ്റ് ഔട്ട്. ഒരുപാട് നന്ദിയുണ്ട് സാർ. എൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ തിരിച്ചു കിട്ടിയല്ലോ. ഇത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സാർ. ഞാൻ വരാ. വിനു നിക്കേ. ഞാൻ നിങ്ങൾ ഓഫീസിലൊന്ന് കണ്ടോളാം സാർ. സാറേ ഒന്ന് പറഞ്ഞോട്ടെ സാർ, എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ന്യായമായ സ്വത്തല്ല ഞാൻ ചോദിച്ചുള്ളൂ. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ ഞാൻ അല്ലെന്ന് പോലും സാറ് വാദിച്ചില്ലേ? നീ ആദ്യം എൻ്റെ അടുത്ത് വന്നിരുന്നെങ്കിൽ ഇയാൾ നിന്റെ അച്ഛനല്ലെന്ന് ഞാൻ വാദിച്ചേനെ. അതെൻ്റെ കുഴപ്പമല്ല. ഞാൻ നോക്കിക്കോളാം. ഓക്കെ. അനു സോറി. ഹായ് റിയ. എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ ഇങ്ങനെ വിളിക്കരുതെന്ന്? എന്താ ടെൻഷൻ? രാവിലെ ഒരു കേസും വന്ന് കുടുങ്ങിയില്ലേ? എനി ഹെൽപ്പ്?
നീ നിന്റെ ജോലി നോക്കി പോകുന്നുണ്ടോ? കൈയെടുക്ക്. എന്താ കേസ്? എന്തോ മിസ്സിംഗ് കേസാ. ചൂടത്ത് ഈ സിറ്റിയിൽ സെറ്ററൊക്കെ ഇട്ടോണ്ട് നടക്കണമെങ്കിൽ എത്രയോ വലിയ പണക്കാരനായിരിക്കും അല്ലേ? എന്തും വേണ്ടി കാശുണ്ടായിരിക്കും, സംശയമില്ല. ശരിക്കും? അതെന്നെ. ഇനി വന്നേ, അകത്ത് പോയിട്ട് ഞാനൊരു മിസ് കോൾ തരാം. നല്ല ബിസി ആയിരിക്കുന്ന പോലെ നീ അങ്ങ് കാണിച്ചേക്ക്. ഈ മാസം നിങ്ങളെ വിശ്വസിച്ചാ നിൽക്കുന്നേ. കഷ്ടപ്പെട്ട് പിടിച്ചോണ്ട് വന്നതാ. പതിവ് പോലെ ഇതും കൈവിടരുത്. ഹലോ, ഗുഡ് മോർണിംഗ്. ഐ എം അനുരാധ. അനുരാധ BABL. അല്ല, അത് എൻ്റെ കാർഡാ, നിങ്ങൾക്ക് തന്നതാ. എന്താ പ്രശ്നം? നില 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 വേണോ അവിടെ? ഓക്കെ ഓക്കെ, റിലാക്സ് റിലാക്സ്. നിങ്ങളുടെ പേര്? നിങ്ങൾ ആരാ? എവിടുന്നാ വരുന്നേ? കൃഷ്ണ കൃഷ്ണ. ചോക്ലേറ്റ് ഫാക്ടറി, ചോക്ലേറ്റ്. അവിടെ 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 ആടല്ല, എരുമല്ല. അവിടെ അല്ലല്ല, ആടല്ല, എരുമ. നിറയെ മരമുണ്ട്. മരം അവിടെ, വലിയ മരം. സോറി മാഡം, നോർത്തിൽ അംബാനിയുടെ സ്കൂളിൽ ഭയങ്കര പ്രശ്നമാണെന്നാണ് പറഞ്ഞു കേട്ടത്. മാഡം രാത്രി തന്നെ ഡൽഹിയിലേക്ക് ചെല്ലാനാ പറഞ്ഞത്. ഇത്ര ബിസി. സോറി. ഈ കേസ് തീർക്കാതെ വരാൻ പറ്റില്ലെന്ന് അവരോട് ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞേക്കാം. ഓക്കെ. വിനു, സോറി, നിങ്ങൾ എന്താ പറഞ്ഞു വന്നേ? കൃഷ്ണ, ചോക്ലേറ്റ് ഫാക്ടറിയിൽ അവിടെ ഗേറ്റ്, മരം, വലിയ മരമുണ്ട്. റോഡിന്റെ അടുത്ത്. സോറി മാഡം, ഇന്നലെ ഒരു കേസ് വാദിച്ച് ജയിച്ചില്ലേ? അവരെല്ലാരും കൂടെ മാഡത്തിന്റെ ഫീസ് 1 lakhs ആയിട്ട് പുറത്ത് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. സോറി. ക്ലയന്റിന് മുമ്പിൽ മാഡത്തിന്റെ ഫീസ് അറിയാതെ പറഞ്ഞു പോയി. ഒന്ന് നിന്നേ. എന്തോ? നിങ്ങൾ പറയേ. വലിയ മരമില്ലേ അവിടെ? പറഞ്ഞ അതേ മരം തന്നെയാണോ? ആ മരത്തിന്റെ അടിയില്ലേ, അത് അവിടെ ഇല്ല. അവിടെ ഇട്ട് ഞാൻ വരൂ. അവിടെ അങ്ങ് ദൂരെ അവിടെ മരം. ജീപ്പ് കയറി ഞാൻ അവിടെ ഈരി. എന്നിട്ട് ഞാൻ എന്നിട്ട് അവിടുന്ന് ജീപ്പില് അങ്ങനെ നേരെ പോയിക്കൊണ്ട് അങ്ങനെ. എന്താ നീ ചെയ്യുന്നത്? സോറി മാഡം, ഒരു വലിയ അത്യാവശ്യ കേസാണ്. മാഡം ഉച്ചയ്ക്ക് മുമ്പ് ഡൈവോഴ്സ് വേണം. വൈകുന്നേരം 2ാം കല്യാണോ? മാഡം എങ്ങനെയാലും ഒന്ന് ഹെൽപ്പ് ചെയ്ത് മേടിച്ചു കൊടുക്കണം. ഞാൻ പറഞ്ഞ ശരിയാക്കി ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം സാറേ. സാറിങ് വന്നട്ടെ സാറേ. രാത്രിയിലേ വരുള്ളൂ. അത് ഞാനും മാഡവും പിടിച്ചു വെച്ചേക്കാം. സാറ് പോയിട്ട് ഇരുട്ടിയതിന് ശേഷം വന്നാൽ മതി. പോയിക്കോ പോയിട്ട് ഇരുട്ടിയതിന് ശേഷം വാ. എന്റെ അമ്മേ. സൂപ്പർ കേസ്. ഇതിനാണ് നീ എന്നെ വിളിച്ചു വരുത്തിയത്? കോടതി കേസ് വരുമെന്നാ ഓർത്തത്. വാട്ട കേസ് വരുമെന്ന് ഞാൻ ഓർത്തു. നീ പോയിട്ട് ഒരു നല്ല കേസ് പിടിച്ചോണ്ട് വാ. അടിക്കാൻ വിട്ട സമയത്ത് കോടതിയിലൊരു നല്ല കേസായിരുന്നു, അതും കേൾക്കാൻ പറ്റിയില്ല. എന്താ? എന്തിനാ അയാളെ ഇരുത്തിയേക്കുന്നേ? പറഞ്ഞു വിടാൻ മേലായിരുന്നോ? എന്താ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? കേസ് പോയി പിടിച്ചോണ്ട് വരാൻ പറയും, പിടിച്ചോണ്ട് വരാൻ തന്നെ പുറത്തോണ്ട് കളയാൻ പറയുന്നു. ഞാൻ എന്താ കേസില്ല വക്കീലാന്ന് വിചാരിച്ചോ? നിർത്ത്. ഇനി എങ്ങനെ പുറത്തു പോവുക? രാഘവൻ ചേട്ടന്റെ ചായയാ. ഉച്ചക്കത്തെ ഊണും പറഞ്ഞിട്ടുണ്ട്. വക്കീലന്മാരെല്ലാം ഒരു കേസ് എങ്ങനെ പുറത്തു കൊണ്ടുവരുമെന്നാണ് ആലോചിക്കുന്നത്. എന്നാ ഒന്ന് പറഞ്ഞോട്ടെ, ഈ കേസിൽ നിന്ന് എങ്ങനെ പുറത്തു പോകാമെന്ന് വിചാരിക്കുന്ന വക്കീൽ നമ്മളാ, സംശയമില്ല. വാട്ട് എ കൊളാട്രിയൽ ഡാമേജ്. അത് കൊളാട്രിയൽ ഡാമേജ് അല്ല. I will not handle this case. എന്താ പറ്റി? എന്താ ഞാൻ അറിയാവുന്ന ഒരു പുതിയ കേസ്. I will not handle this divorce case.
ഡിവോഴ്സ് കേസ്. മാഡം 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 റെക്കമെൻഡേഷൻ ഉണ്ട് മാഡം. No recommendation. ഒന്ന് സഹായിക്കും മാഡം. മാഡം ഞാൻ പറയാം. ഞാൻ ഈ കേസ് എടുക്കില്ലെന്ന് പറഞ്ഞു. Please, madam. മാഡം ഞാൻ പറയുന്നത് I will not leave divorce. ഓല് മാഡം അവിടെ ഇരിക്ക് മാഡം പ്ലീസ് പ്ലീസ് പ്ലീസ്. I will not leave divorce. I will not leave divorce. Please. ഞാൻ ഈ കേസ് എടുക്കില്ല. അയാളുടെ അടുത്ത് പോയി എന്തിനാ ഡൈവോഴ്സിനെ പറ്റി പറയുന്നേ? വായിക്ക് വരുന്ന കോതയ്ക്ക് പാട്ടാണോ? വി ആർ ലോയേഴ്സ്. I want divorce. I will not give divorce. I want divorce. ഓടിക്കോ. Madam, please, madam. വേഗം വിട്ടോ മാഡം. മാഡം വേഗം വിട്ടോ ഓടിക്കോ. മാഡം ഞാൻ വരുന്നു. എന്താണ് നോക്കുന്നേ? മാംസ പിണ്ടവേ ഇടിച്ചു കിട്ടു സാറേ അവനെ. വക്കീലിനെ കൊല്ലാൻ നടക്കുന്നു കോണ്ടാമൃഗം. ഇടിച്ച് ജയിലിനകത്താക്കണം സാറേ ഇവനെ. നടക്കില്ല സാറേ. എന്താ? ഇയാൾക്ക് ജാമ്യം എടുത്തു സാറ്. ഫ്രീ ആണേ കടയിലേക്ക് വരണേ. ചായയും കാപ്പിയും വടയൊക്കെ ചൂടോടെ കഴിച്ചിട്ട് പോവാം. ചായ കാപ്പി കാപ്പി ചായ 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 കാപ്പി ചായ കാപ്പി 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 ചായ ചായ ചായ. അങ്ങോട്ട് പോട്ടെ, അവിടെ ഒരു കാണ്ടാമൃഗമുണ്ട്. ഇങ്ങോട്ട് വാ. ഈ വട്ട് കേസാണോ? ഹായ് ഡിയർ. എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഡിയർ എന്ന് വിളിക്കരുതെന്ന്. പ്രിയ പ്ലീസ് നോക്ക്. അല്ല അനു, ഇവന്റെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ല. വിസിറ്റിംഗ് കാർഡ് കൊണ്ട് കറങ്ങി നടക്കുമായിരുന്നു. ഞാനാ ഇവിടേക്ക് കൊണ്ടുവന്നേ. ആർ യു ഹാപ്പി? ഇത് കോടതിയോ അതോ പ്രാന്താശുപത്രിയാണോ എന്നറിയില്ല. കേസുണ്ട്, പക്ഷെ എല്ലാം വട്ട് കേസുകളാ. ഇങ്ങോട്ട് മാറി നിൽക്കണ പോ. പോടാ. ബൈ ഡിയർ. നില വേണല്ലേ? ഞങ്ങള് പോയി കൂട്ടിക്കൊണ്ടുവരാം. നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവണേ. പുറകെ വരാൻ പാടില്ല. ഞങ്ങൾ പോയി നില കൊണ്ടുവരാം. ഇവിടെ തന്നെ ഉണ്ടാവണം, എവിടെയും പോകാൻ പാടില്ല. ഇവിടെ തന്നെ നിന്നോണം. നില നില ഞങ്ങൾ കൊണ്ടുവരാം. ഇവിടെ തന്നെ കാണണേ. എപ്പോഴാണ് എവിടെ വെച്ചാണ് കണ്ടുമുട്ടുക എന്നത് റെഡി ആയിട്ടുള്ളതാണ് പോസിബിൾ. അതായത് ഹലോ. നിങ്ങളാണോ ഈ അനു? കോടതി 6 മണിക്ക് കഴിഞ്ഞു. പുറത്തു പോകാൻ പറഞ്ഞാൽ ഇയാൾ കേൾക്കുന്നില്ല. അടി കൊടുത്തു. ഇയാളെ പൊക്കിയെടുത്ത് പുറത്തു വിട്ടു. ഇവിടം വിട്ട് ഇയാൾ പോകുന്നില്ല. പോക്കറ്റ് നോക്കിയപ്പോൾ നിങ്ങളുടെ വിസിറ്റിംഗ് കാർഡാ കണ്ടത്. നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഇയാളുടെ പേര് കൃഷ്ണ എന്നാണ്. മനസ്സിൻ്റെ സമതലം തെറ്റിയ ആൾ. ഊട്ടിയിലുള്ള ഒരു ചെറിയ ഗ്രാമത്തിലാണ് ഇയാൾ ജീവിക്കുന്നത്. അവിടെ അന്വേഷിച്ചപ്പോൾ മിസ്റ്റർ വിക്ടറിനെ കണ്ടു. എംറോൺ ചോക്ലേറ്റ് ഫാക്ടറിയുടെ ഓണറാണ്. കൃഷ്ണയെക്കുറിച്ച് എല്ലാ വിവരവും അറിയാവുന്ന ഒരേ ഒരാൾ ഇദ്ദേഹമായിരുന്നു. അവര് കൊണ്ടുപോയി സാർ, നിങ്ങളെല്ലാരും ഒന്ന് പുറത്തേക്ക് നിൽക്കണം. പേഷ്യന്റ് എമോഷണൽ ആകുമ്പോൾ BP റൈസ് ആവും സാർ. ആ ഇഞ്ചക്ഷൻ എടുത്ത പെട്ടെന്ന്. നില ആരാ? അയാളുടെ ഭാര്യയാണോ? കൂടപ്പിറപ്പാണോ? ആരാ നില?